നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയ ഗെയിംസിനുള്ള ദീപശിഖ കാസർഗോഡ് നിന്നും പ്രയാണം തുടങ്ങി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ദീപശിഖ കൈമാറി. ബാർക്കോഴ വിവാദം. മന്ത്രി മാണിക്കെതിരെ സമരം ശക്തമാക്കി ഡിവൈഎഫ്ഐ. കാഞ്ഞങ്ങാട്ട് ആർഡി ഓഫീസ് മാർച്ച് നടത്തി. കോൺഗ്രസ് നേതാവ് പി ഗംഗാധരൻ നായരെ കാസർഗോട്ട് ആദരിച്ചു. മികവിന്റെ തിളക്കം. കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്വീകരണം. നഗരത്തിൽ സ്വീകരണ ഘോഷയാത്ര നടന്നു. മൊബൈൽ ഫോൺ വഴിയുള്ള ലോട്ടറി തട്ടിപ്പിൽ വിദ്യാസമ്പന്നരും വഞ്ചിക്കപ്പെടുന്നതായി സിഐ ടി പി സുമേഷ്. പുല്ലൂരിൽ സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ശില്പശാല നടന്നു. മാതൃശിശു പരിപാലനത്തെ ആസ്പദമാക്കി കാഞ്ഞങ്ങാട്ട് ശില്പശാല നടന്നു. വാർത്തകൾ വിശദമായി. ദേശീയ ഗെയിംസിനുള്ള ദീപശിഖ റാലി കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ദേശീയ വോളിബോൾ താരം ടോം ജോസഫിന് ദീപശിഖ കൈമാറി. ദേശീയ ഗെയിംസിന് വരവേൽക്കാൻ കേരളം മുഴുവൻ കായികാവേശത്തിലാണെന്നും എല്ലാവരുടെയും കൂട്ടായ്മയിലൂടെ ഈ കായിക മാമാങ്കം ചരിത്ര സംഭവമാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 35ാമത് ദേശീയ ഗെയിംസിന്റെ ദീപശിഖ പ്രയാണം കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 35ാമത് നാഷണൽ ഗെയിംസ് അതൊരു വലിയ വിജയമാക്കണം. അത് കേരളത്തിന്റെ കൂട്ടായ്മയുടെ ഫലമായിട്ടുള്ള നേട്ടമാകണം. ഇന്ന് കേരളത്തിൽ കാണുന്നത് അതാണ്, ഒരു കൂട്ടായ്മ, എല്ലാവരും ഒന്നിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ്മ. അതിന്റെ വലിയ വിജയം നമുക്ക് ഈ 35ാമത് ദേശീയ ഗെയിംസിലൂടെ നേടിയെടുക്കണം. സ്പോർട്സിനോടുള്ള ആവേശം ചെറുപ്പക്കാരിൽ ഉയർന്നു വരുന്നു. റാഞ്ചിയിൽ കേരളത്തിന്റെ കുട്ടികൾ നാടിന്റെ അഭിമാനം കാത്തുസൂക്ഷിച്ച കായിക മത്സരങ്ങളിൽ റെക്കോർഡ് സൃഷ്ടിച്ച മെഡലുകൾ വാരിക്കൂട്ടുകയാണ്. ഈ ആവേശം വലിയ വിജയത്തിനുള്ള തുടക്കമാകണം. എല്ലാവരും ഒരുമിച്ച് നിന്ന് ദേശീയ ഗെയിംസിനെ ചരിത്ര സംഭവമാക്കണം. കാസർഗോഡ് നിന്ന് ദീപശിഖ പ്രയാണം ആരംഭിക്കുന്നതോടെ ദേശീയ ഗെയിംസിന് തുടക്കം കുറിക്കുകയാണ്. യുവഎംഎൽഎമാരായ പി സി വിശ്വനാഥും ടി വി രാജേഷുമാണ് ദീപശിഖ പ്രയാണത്തിന് നേതൃത്വം നൽകുന്നത്. അവരെ അഭിവാദ്യം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അർജുന അവാർഡ് ജേതാവ് ടോം ജോസഫിന് ദീപശിഖ കൈമാറിയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ദേശീയ ഗെയിംസിനുള്ള ദീപശിഖയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് സ്വീകരണം നൽകിയത്. വെള്ളിയാഴ്ച രാവിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ദേശീയ വോളിബോൾ താരം ടോം ജോസിന് കൈമാറിയ ദേശീയ ഗെയിംസിനുള്ള ദീപശിഖയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ കെ ദിവ്യ ദീപശിഖ ഏറ്റുവാങ്ങി. ദുർഗ ഹയർ സെക്കൻഡറി, ഹോസ്ദുർഗ ഹൈസ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങളിലെ കുട്ടികൾ മുത്തുക്കുടകളും ബാൻഡ് മേളം എന്നിവയുടെ അകമ്പടിയോടെയാണ് ദീപശിഖയെ വരവേറ്റത്. തുടർന്ന് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് എത്തിച്ചേർന്നു. സ്വീകരണ യോഗത്തിൽ ഇ ചന്ദ്രശേഖരൻ MLA, സബ് കളക്ടർ ജീവൻ ബാബു, തഹസിൽദാർ YMC സുകുമാരൻ, നഗരസഭാ കൌൺസിലർമാർ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വമേകി. ദീപശിഖ നീന്തൽ താരം സൈഫുദ്ദീൻ ഏറ്റുവാങ്ങി. മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ കളരിപ്പയറ്റ്, കരാട്ടെ തുടങ്ങിയ കായിക പ്രദർശനങ്ങളും അരങ്ങേറി. വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങളാണ് ഇവർ കാഴ്ചവെച്ചത്. മന്ത്രി മാണിക്കെതിരെ കോഴ വിവാദത്തിൽ ഡിവൈഎഫ്ഐ സമരം ശക്തമാക്കി. സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐ സർക്കാർ ഓഫീസിനുള്ളിലേക്ക് മാർച്ച് നടത്തി. ബാർ അനുമതിക്കായി കോഴ വാങ്ങിയെന്ന ആരോപണം നിലനിൽക്കുമ്പോഴും രാജിവെക്കാൻ തയ്യാറാകാത്ത മന്ത്രി മാണിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തിയത്. കാഞ്ഞങ്ങാട് RD ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. മാർച്ചിനിടെ പോലീസുമായി ഉന്തും തള്ളും നടന്നു. ബാരിക്കേഡ് തകർക്കാനും ശ്രമം നടന്നു. മന്ത്രി മാണിയെ ജയിലിലടക്കുന്നവരെ പ്രക്ഷോഭം തുടരുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ടി വി രാജേഷ് MLA പറഞ്ഞു. ആരോപണ വിധേയനായ KM മാണിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ, ജയിലടക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇന്ന് കേരളത്തിൽ എല്ലാ ജില്ലകളിലും സർക്കാർ ഓഫീസുകളിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു. KM മാണിക്കെതിരായി വളരെ ഞെട്ടിപ്പിക്കുന്ന അഴിമതിയുടെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. UDF-ലെ തലമുതിർ നേതാവ് ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ നേതൃത്വം കൊടുത്ത അതിന്റെ സ്ഥാപക നേതാവായ
ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ബാർക്കോഴ കൂടാതെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കേരള രാഷ്ട്രീയം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് KM മാണിയെന്ന് MP രാജേഷ് പറഞ്ഞു. എല്ലാ പ്രശ്നങ്ങളോടും നിഷ്ക്രിയത്വം പാലിക്കുന്ന മുഖ്യമന്ത്രി വെള്ളിമുങ്ങ സിനിമയിലെ ബഫൂൺ കഥാപാത്രത്തെ പോലെയാണെന്നും രാജേഷ് പറഞ്ഞു. ഉമ്മൻചാണ്ടി ഉമ്മൻമോടിയായതായും അദ്ദേഹം പരിഹസിച്ചു. DYFI ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ശിവജി വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കലോത്സവത്തിൽ വിജയത്തിന്റെ നെറുകയിലെത്തിച്ച കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സ്വീകരണം നൽകി. സ്കൂൾ മാനേജ്മെന്റും PTA-യുമാണ് നഗരത്തിൽ സ്വീകരണമൊരുക്കിയത്. സംസ്ഥാനത്തിൽ കലോത്സവ മികവിൽ 11ാം സ്ഥാനത്തെത്തിച്ച ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. 668 വിദ്യാലയങ്ങളോട് പൊരുതി 52 പോയിന്റുമായി സ്കൂൾ 11ാം സ്ഥാനത്ത് എത്തുകയായിരുന്നു. ദേശഭക്തി ഗാനം, പഞ്ചവാദ്യം, മാർഗംകളി, കഥകളി, മോഹിനിയാട്ടം, നാടോടി നൃത്തം, ലളിതഗാനം, ഓടക്കുഴൽ, നാങ്ങ്യാർകൂത്ത് ഇനങ്ങളിലാണ് വിദ്യാർത്ഥികൾ മികവ് തെളിയിച്ചത്. കാഞ്ഞങ്ങാട് നഗരത്തിൽ സ്വീകരണ ഘോഷയാത്ര ഒരുക്കി. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും സ്വീകരണ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് ഘോഷയാത്ര നടന്നത്. ISRO ഉദ്യോഗസ്ഥർ വരെ മൊബൈൽ ഫോണിന്റെ ചതിക്കുഴികളിൽ വീണ കേസുകൾ നിലവിലുണ്ടെന്ന് ഹോസുർഗ് CI TP സുമേഷ്. പുല്ലൂർ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ക്ലാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്കൃതി പുല്ലൂരിന്റെ നേതൃത്വത്തിൽ സൈബർ കുറ്റകൃത്യങ്ങളും വിദ്യാർത്ഥികളും എന്ന വിഷയത്തിൽ പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂൾ PTA, ഉദയനഗർ ഹൈസ്കൂൾ PTA എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്ലാസ് ഒരുക്കിയത്. ഇന്റർനെറ്റും മൊബൈൽ ഫോണും വഴിയുള്ള ചതികൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് ഹോസ്ത്രിക് CI TP സുമേഷ് പറഞ്ഞു. വീട്ടിലായാലും സ്കൂളിലായാലും യാത്രാവേളയിലും ഒക്കെ വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് ഓരോ 10 വർഷം കൂടുമ്പോഴും അല്ലെങ്കിൽ ഇയർ ബൈ ഇയർ ആയി തന്നെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ എല്ലാ തലങ്ങളിലുമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ നിയമ സംവിധാനങ്ങളിലും വലിയ ഒരു മാറ്റങ്ങൾ. ഒരു 10 വർഷം 20 വർഷം മുമ്പുള്ള നിയമങ്ങളൊക്കെ കാലാഹരണപ്പെട്ടു പോകുന്നുണ്ട്. കാരണം സമൂഹവും കാലഘട്ടവും ഒക്കെ മാറുമ്പോൾ. അപ്പൊ ഏറ്റവും പ്രാധാന്യമുള്ള ഇന്ന് വീടുകളിലും സമൂഹത്തിലും പൊതുസമൂഹത്തിലുമൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന ഈ ക്ലാസ്സിന് തെരഞ്ഞെടുത്ത സൈബർ നിയമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം എന്നുള്ളത്. സീനിയർ അസിസ്റ്റന്റ് P ചന്ദ്രിക ടീച്ചർ അധ്യക്ഷയായി. ITI പ്രിൻസിപ്പൽ P സനൽകുമാർ, സിസ്റ്റർ സിന്ധു, PTA പ്രസിഡന്റ് B സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സൈബർ സെല്ലിലെ PR ശ്രീനാഥ് ക്ലാസ് എടുത്തു. സംസ്കൃതി സെക്രട്ടറി K ശശിധരൻ സ്വാഗതവും P പ്രമോദ് നന്ദിയും പറഞ്ഞു. മാതൃശിശുപാലനത്തെ ആസ്പദമാക്കി ജില്ലാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സംയോജിത ശിശുവികസന പദ്ധതി പ്രകാരമാണ് ബോധവൽക്കരണ ക്ലാസ് നടന്നത്. സാമൂഹ്യനീതി വകുപ്പിൽ സംയോജിത ശിശുവികസന പദ്ധതിയുടെ വിവരവിനിമയ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ICDS ഹാളിൽ നടന്ന ശില്പശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശിശുവികസന പദ്ധതി ഓഫീസർമാർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്തു. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസുകളും നടന്നു. ആ സിനിമയ്ക്ക് ഇറങ്ങിയ ഗ്രേറ്റ് ഗോസ്പൽ ഓഫ് ഇന്ത്യൻ ലവ് എന്ന സിനിമ, അതായത് ഇന്ത്യൻ പ്രണയത്തിന്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന സിനിമയാണ്. ആ സിനിമ ഇറങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ആ സിനിമയ്ക്ക് ഒരൊറ്റ പരസ്യവാചകമേ ഉള്ളൂ. ആ പരസ്യവാചകം എന്താണെന്നറിയാം? ആ സിനിമയ്ക്ക് ആ കിടക്കുന്നതാണ് ആ സിനിമയുടെ പരസ്യവാചകം. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എന്ന സിനിമയുടെ പരസ്യവാചകമാണ് കം പാടില്ല, വരൂ നിങ്ങൾ പ്രണയബദ്ധരാ. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം സംഘടിപ്പിച്ച ദ്വിദിന സെമിനാർ ആരംഭിച്ചു.
മലബാർ മേഖലയിലെ അസംഘടിത തൊഴിലാളികളുടെ മനുഷ്യാവകാശ പ്രശ്നങ്ങളാണ് സെമിനാറിന്റെ വിഷയം. UGC സഹായത്തോടെയാണ് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യം കൂടി 2 ദിവസങ്ങളായി നടക്കുന്ന സെമിനാറിനുണ്ട്. കോളേജ് കോൺഫറൻസ് ഹാളിൽ കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ G. ഗോപകുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. The problems of the unorganized workers, number one. Second, how it affects their human rights. And third, it has a geographical specificity. It concentrates on Malabar region. That way, the total theme and focus of this seminar is to be highly lauded because it clearly explains the concerns of those workers in the unorganized sector of Kerala, and that specifies to the northern Kerala that where exactly the Malabar region is located. മനുഷ്യാവകാശത്തിന്റെ കാര്യത്തിൽ മുഴുവൻ ജനങ്ങൾക്കും തുല്യ പരിഗണനയാണ് നിയമം അനുശാസിക്കുന്നതെന്നും രാജ്യമോ ജാതിമതങ്ങളോ ആൺപെൺ വ്യത്യാസമോ ഭാഷയോ അതിന് അതിർവരമ്പ് സൃഷ്ടിക്കുന്നില്ലെന്നും ഉദ്ഘാടകൻ പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ A. മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ ആമുഖ ഭാഷണം നടത്തി. പ്രൊഫസർ AG ഗംഗാധരൻ നായർ, പ്രൊഫസർ V. കുട്ടിയൻ, ഡോക്ടർ A. അശോകൻ, ഡോക്ടർ K. സുരേഷ് കുമാർ, അർജുൻ ബാലൻ എന്നിവർ സംസാരിച്ചു. കോളേജ് പൊളിറ്റിക്കൽ സയൻസ് വകുപ്പ് മേധാവി ഡോക്ടർ M. മുരളീധരൻ നമ്പ്യാർ സ്വാഗതവും ഡോക്ടർ K. ജയശ്രീ നായർ നന്ദിയും പറഞ്ഞു. തുടർന്ന് മലബാർ മേഖലയിലെ അസംഘടിത തൊഴിലാളികളുടെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ വിഷയമാക്കി സെമിനാർ നടന്നു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഡോക്ടർ K. അരുൺകുമാർ, നെഹ്റു കോളേജിലെ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട്, കേന്ദ്ര സർവകലാശാലയിലെ ഡോക്ടർ K. ജയപ്രസാദ്, മാംഗ്ലൂരു സർവകലാശാലയിലെ ഡോക്ടർ PC ധർമ്മ, മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ ഡോക്ടർ സാബു തോമസ് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. 2 സെക്ഷനുകളായി നടന്ന സെമിനാറിൽ ഡോക്ടർ സാബു തോമസ്, ഡോക്ടർ A. അശോകൻ എന്നിവർ സംസാരിച്ചു. ശനിയാഴ്ച സമാപന ദിവസം 2 സെക്ഷനുകളിലായി 4 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ A. മുരളീധരൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിദ്യാർത്ഥി പ്രതിഭകൾ എന്ന പോലെ താരങ്ങളായി മാറിയിരിക്കുകയാണ് പരിശീലകരും. പിലിക്കോട്ടെ UK തമ്പാൻ പൂരക്കളിയിലാണ് കലോത്സവ പ്രതിഭകൾക്ക് പരിശീലനം നൽകിയത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കുട്ടികൾക്ക് പൂരക്കളി ഒരു മത്സരീനം മാത്രമല്ല, ചിട്ടയോടെ കൊണ്ടു നടക്കുന്ന ഒരു അനുഷ്ഠാന കല കൂടിയാണ്. എന്നാൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം പൂരക്കളി മത്സരത്തിൽ ഇത്തവണ ഈ 2 ജില്ലകളിൽ നിന്നുമുള്ള കുട്ടികൾക്കും പൂരക്കളി മത്സരത്തിലെ വിജയം എത്തിപ്പിടിക്കാനായില്ല. പാലക്കാട് ഭാരത് മാത ഹയർ സെക്കൻഡറി സ്കൂൾ പൂരക്കളി വിജയത്തിലേക്ക് ചുവടുവെച്ചപ്പോൾ ആ ചുവടുകൾക്ക് കരുത്തു പകർന്നത് പിലിക്കോട് UK തമ്പാനായിരുന്നു. 1ഉം 2ഉമല്ല 12 പൂരക്കളി ടീമുകളാണ് ഇദ്ദേഹം ഇത്തവണ കോഴിക്കോട്ടെ കലോത്സവ നഗരിയിൽ എത്തിച്ചത്. 2014-2015 വർഷത്തെ സ്കൂൾ കലോത്സവത്തിൽ എൻ്റെ ടീമിനാണ് 1ാം സ്ഥാനം ലഭിച്ചത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സംസ്ഥാനത്ത് ഒട്ടുക്കും 8ഓളം ജില്ലകളിലായി 12ഓളം ടീമുകളെ പരിശീലിപ്പിച്ചു. 12 ടീമിനും A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ 10 വർഷത്തോളമായി ഈ രംഗത്ത് സ്കൂൾ കലോത്സവത്തിന് പ്രവർത്തിച്ചിരുന്നു. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, എറണാകുളം, തൃശൂർ, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം എന്നീ ജില്ലകളിൽ നിന്നും പൂരക്കളി ടീമുകൾ ഇദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ സംസ്ഥാന കലോത്സവ വേദിയിൽ മത്സരിക്കാനെത്തി. എല്ലാ ടീമുകളും A ഗ്രേഡും സ്വന്തമാക്കി. മുമ്പൊക്കെ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഈ പൂരക്കളി ഇന്ന് കലോത്സവത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. അത് എല്ലാ ജില്ലകളിലും കടുത്ത മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പൂരക്കളി എല്ലാ ജില്ലകളിലും ജനകീയമായി തന്നെ ഇപ്പം പ്രവർത്തിച്ചു വരുന്നു. വടക്കൻ കേരളത്തിനപ്പുറത്ത് കലോത്സവ വേദിയിലേക്ക് പൂരക്കളി എത്തിച്ചതിൽ ഇദ്ദേഹത്തിന് നിർണായ പങ്കുണ്ട്. കഴിഞ്ഞ 10 വർഷമായി പൂരക്കളി പരിശീലന രംഗത്ത് സജീവമാണ് ഇദ്ദേഹം. ഇത്രയേറെ കുട്ടികളെ വിജയസോപാനത്തിലേക്ക് കൈപിടിച്ചുയർത്താനായതിന്റെ സന്തോഷത്തിലാണ് ഈ കലാപരിശീലകൻ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചെറുവത്തൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം വൻ വിജയമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. വിളംബരവുമായുള്ള രഥയാത്രാ പ്രയാണം തുടങ്ങി. കരിവള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര സ്ഥാനികൻ പ്രമോദ് വല്ലിച്ചൻ പ്രചരണ രഥയാത്ര ഉദ്ഘാടനം ചെയ്തു. പത്മനാഭൻ മയിച്ച, ഹരിഹരൻ, രാജൻ മടിവയൽ, ജയൻ കുട്ടമത്ത്, ബൈജുരാജ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ മുച്ചിലോടുകൾ, പ്രധാന ടൗണുകൾ എന്നിവിടങ്ങളിലെല്ലാം രഥം പര്യടനം നടത്തും.
ഫെബ്രുവരി 4 മുതൽ 7 വരെ നടക്കുന്ന കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തി. ഈ മാസം 31 പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും ഫെബ്രുവരി 3 ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ക്ഷേത്രത്തിലെത്തും. ഏതാണ്ട് 1 കോടി രൂപ ചെലവ് വരുന്ന നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. പെരിങ്കളിയാട്ട ഭാഗമായി 25 വിളംബര ഘോഷയാത്ര, കലാകാര സംഗമം എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. 26 വൈകിട്ട് സർവൈശ്വര്യ വിളക്ക് പൂജയും 28 വരച്ചുവെക്കലും നടക്കും. ആഘോഷാനുബന്ധമായി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപം ഒരുക്കുന്ന അഖിലേന്ത്യാ പ്രദർശനം 31 രാവിലെ 10:30 പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും ആഘോഷ പരിപാടികൾ ഫെബ്രുവരി 3 വൈകിട്ട് 5 മന്ത്രി രമേശ് ചെന്നിത്തലയും ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ കോൺഗ്രസ് നേതാവ് പി ഗംഗാധരൻ നായരെ കാസർഗോട്ട് ആദരിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയുടെ വികസനത്തിനു വേണ്ടി അതുല്യമായ സേവനങ്ങൾ ചെയ്ത വ്യക്തിത്വമാണ് പി ഗംഗാധരൻ നായരെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ പൊതുജീവിതത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ UDF കോൺഗ്രസ് രാഷ്ട്രീയത്തിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാത്ത ഒരാൾ പോലും ഇവിടെ ഈ ജില്ലയിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുപോലെ രാഷ്ട്രീയ രംഗത്തും സഹകരണ രംഗത്തും ട്രേഡ് യൂണിയൻ രംഗത്തും കാർഷിക മേഖലയിലുമെല്ലാം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സജീവമാണ്. ശ്രീ ഗംഗാധരൻ നായരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങൾ നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. കായിക മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉപഹാരം സമർപ്പിച്ചു. എന്നെ നെല്ലിക്കുന്നി MLA ചെറുക്കളം അബ്ദുള്ള, K വെളുത്തമ്പോൾ, PC രാമൻ, PA അഷ്റഫ് അലി, CK ശ്രീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെഹ്റു കോളേജ് മൈതാനം ചുറ്റുമതിൽ കെട്ടിയടച്ച സംഭവം രമ്യമായി പരിഹരിക്കപ്പെടുമെന്ന് സൂചന. ഇ ചന്ദ്രശേഖരൻ MLA നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം സ്ഥലം സന്ദർശിച്ചു. ഈ മാസം 29 കാഞ്ഞങ്ങാട് ഗസ്റ്റ് ഹൌസിൽ ചർച്ച നടക്കും. ഇ ചന്ദ്രശേഖരൻ MLA നേതൃത്വത്തിലാണ് സർവകക്ഷി സംഘം സ്ഥലം സന്ദർശിച്ചത്. കോളേജ് മൈതാനവും മാനേജ്മെന്റ് കെട്ടിയുയർത്തിയ മതിലും സംഘം നടന്നു കണ്ടു. വർഷങ്ങളായി നാട്ടുകാർ കായിക വിനോദത്തിന് ഉപയോഗിക്കുന്ന മൈതാനം മതിൽക്കെട്ടി തടസ്സപ്പെടുത്തിയതിനെതിരെ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രതിഷേധിച്ചു വരികയാണ്. എന്നാൽ സാമൂഹ്യ വിരുദ്ധരിൽ നിന്നും മൈതാനത്തെയും അതിലുപരി കോളേജ് ക്യാമ്പസിലെ വനിതാ ഹോസ്റ്റലിനെയും സ്പോർട്സ് ഹോസ്റ്റലിനെയും സംരക്ഷിക്കാനാണ് മതിൽ കെട്ടുന്നതെന്ന് കോളേജ് മാനേജ്മെന്റും പറഞ്ഞു. ഇതിന് ബലം കിട്ടാനെന്ന വണ്ണം സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവും ഹോസ്ദുർഗ് കോടതിയുടെ വിധിയും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിലാണ് സർവകക്ഷി സംഘം സ്ഥലം സന്ദർശിക്കുന്നത്. രമ്യമായ പരിഹാരം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. സർവകക്ഷി പ്രതിനിധികൾ കോളേജ് അധികൃതരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം 29 കാഞ്ഞങ്ങാട് ഗസ്റ്റ് ഹൌസിൽ ചർച്ച നടത്താൻ തീരുമാനമായിട്ടുണ്ടെന്ന് ആക്ഷൻ കമ്മിറ്റി അംഗം MM നാരായണൻ അറിയിച്ചു. MLA സൗകര്യാർത്ഥം 29 രാവിലെ 10 മണിക്ക് പ്രത്യേകം ഒരു സ്ഥലത്ത് വെച്ച് ജനകീയ കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ടവരും അതുപോലെ തന്നെ MLAയും മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും എന്ന നിലയിൽ 29 രാവിലെ 10 മണിക്ക് ഈ പരിപാടി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കോളേജ് അധികൃതരും അത് സമ്മതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് 29 ശേഷം മാത്രമേ ജനകീയ കമ്മിറ്റി എന്ന നിലയിൽ എന്തെങ്കിലും തീരുമാനം മുമ്പോട്ട് വെക്കാനുള്ളൂ. സന്ദർശക സംഘത്തിൽ ഇ ചന്ദ്രശേഖരൻ MLA കൂടാതെ കൊവ്വൽ ദാമോദരൻ, V സുകുമാരൻ, MP ജാഫർ, KV കൃഷ്ണൻ, ബംഗളം കുഞ്ഞികൃഷ്ണൻ എന്നീ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ K ദിവ്യ, കൌൺസിലർമാരായ T കുഞ്ഞികൃഷ്ണൻ, K സുലേഖ, VV ശോഭ, ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളായ TP കരുണാകരൻ, T ചൂയ്യമ്പു, MM നാരായണൻ, PK ചന്ദ്രശേഖരൻ, A സോമരാജൻ എന്നിവരുമുണ്ടായിരുന്നു. കാസർഗോഡ് SFI ഏരിയ സമ്മേളനം KSD ഭവനിൽ നടന്നു. ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഷബീർ കല്ലങ്കൈ അധ്യക്ഷത വഹിച്ചു. CPM കാസർഗോഡ് ഏരിയ സെക്രട്ടറി VK രാജൻ, റഫീഖ് കുന്നിൽ, SFI ജില്ലാ പ്രസിഡന്റ് AV ശിവപ്രസാദ്, അഫ്സൽ, സ്നേഹ തുടങ്ങിയവർ സംസാരിച്ചു. P ദാമോദരൻ സ്വാഗതം പറഞ്ഞു. സമ്മേളനം 23 അംഗ ഏരിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഷബീർ കല്ലങ്കയെ പുതിയ ഏരിയ സെക്രട്ടറിയായും A അനിൽകുമാറിനെ പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ ഗെയിംസിനുള്ള ദീപശിഖ കാസർഗോഡ് നിന്നും പ്രയാണം തുടങ്ങി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ദീപശിഖ കൈമാറി.
ബാർക്കോഴ വിവാദം. മന്ത്രി മാണിക്കെതിരെ സമരം ശക്തമാക്കി ഡിവൈഎഫ്ഐ. കാഞ്ഞങ്ങാട്ട് ആർഡി ഓഫീസ് മാർച്ച് നടത്തി. കോൺഗ്രസ് നേതാവ് പി ഗംഗാധരൻ നായരെ കാസർഗോട്ട് ആദരിച്ചു. മികവിന്റെ തിളക്കം. കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്വീകരണം. നഗരത്തിൽ സ്വീകരണ ഘോഷയാത്ര നടന്നു. മൊബൈൽ ഫോൺ വഴിയുള്ള ലോട്ടറി തട്ടിപ്പിൽ വിദ്യാസമ്പന്നരും വഞ്ചിക്കപ്പെടുന്നതായി സിഐ TP സുമേഷ്. പുല്ലൂരിൽ സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ശില്പശാല നടന്നു. മാതൃശിശു പരിപാലനത്തെ ആസ്പദമാക്കി കാഞ്ഞങ്ങാട്ട് ശില്പശാല നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.